കാറ്റത്തെ കിളിക്കൂട്ടിലാണെങ്കിൽ വരുന്ന അപകടത്തിൽ നിന്നും നിധിയെ സുധീഷിന് രക്ഷിക്കാനായിട്ട് കഴിയുമോ? അപ്പോൾ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ കാറ്റത്തെ കിളിക്കൂട്ടിലാണെങ്കിൽ സുഭാഷേട്ടനുള്ളിടത്ത് ഒരു പെൺകുട്ടിയും വാഴില്ല എന്ന് നമ്മുടെ പൂജാരി പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട് സാധിക്കുന്നത്. ഇതേ സമയം അവരാരും അത് വിശ്വസിക്കാനായിട്ട് ഒരുക്കമല്ല എന്ന് കാണാം. നമ്മുടെ നിധി പറയുന്നുണ്ട്, ഇതൊക്കെ അന്ധവിശ്വാസമാണ് സുഭാഷേട്ടൻ അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ട എന്ന് പറയുന്നു. പക്ഷേ സുഭാഷിൻ്റെ മനസ്സിൽ അതൊരു വലിയ തീക്കൊള്ളിമാരി മിന്നി നിരങ്ങുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഇരിക്കെയാണ് നിധിക്കൊരു അപകടം സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓഫീസിലേക്ക് പോകുന്ന നിധി റോഡ് കടക്കുന്ന സമയം, അതായത് മുറിച്ച് കിടക്കുന്ന സമയം, പെട്ടെന്ന് ലേറ്റാകുമ്പോൾ ഓടിക്കിടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിധിയുടെ അടുത്തേക്ക് ഒരു വാഹനം പാഞ്ഞെടുക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ സുധീഷ് ആ ഏരിയയിലുള്ളത് കൊണ്ട് തന്നെ, ആ സ്ഥലത്ത് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിധിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ജ്യോത്സ്യൻ പറഞ്ഞതിൽ എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ടെന്ന് ഒരു തിരിച്ചറിവ് വരുന്നൊരു കാഴ്ച. എന്തോ ഭാഗ്യത്തിനാണ് നമ്മുടെ സുധീഷ് നിധിയെ രക്ഷിച്ചെടുക്കുന്നത് എന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ.